ഹലോ, വെൽക്കം ടു ഹെന്ന ഡിസൈൻസ് ബൈ മിന്ന. ഇന്ന് ഞാനൊരു സിമ്പിൾ മെഹന്തി ഡിസൈനായിട്ടാണ് വന്നേക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു റൗണ്ട് വരച്ചു, ചുറ്റും കുഞ്ഞു കുഞ്ഞു റൗണ്ടും. ഇനി ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽസുള്ള ഫ്ലവറാണ്. അതിന് 5 പെറ്റൽസാണ് ആദ്യം വരയ്ക്കേണ്ടത് കേട്ടോ. ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽസുള്ള ഫ്ലവർ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 5 പെറ്റൽസ് ഉൾപ്പെടുത്താനാണ് കേട്ടോ. എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ? വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേന്നേ. ഹാർട്ട് ഷേപ്പിലുള്ള പെറ്റൽസ് 5 ഞാനിവിടെ വരച്ചു. അതിനുശേഷം അതിനുള്ളിലെല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല വിസിബിൾ ആവും വിധം തന്നെയാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു പെറ്റൽസിൻ്റെ മുകളിൽ റൗണ്ട് ഫുള്ളായിട്ട് വരയ്ക്കാതെ ഒരു പകുതി റൗണ്ട് വരച്ചിട്ട് അതിനുള്ളിൽ വീണ്ടും കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് വരയ്ക്കുക. ഒരു 3 പെറ്റൽസ് ഉൾപ്പെടുത്തി വരയ്ക്കാൻ ശ്രമിക്കുക. വീണ്ടും ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെ ആവർത്തിക്കുക. ഉള്ളിലൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം ഇതുപോലെ ഒരു 3-4 ഫ്ലവറുകൾ വരയ്ക്കുക കേട്ടോ. സെയിം തന്നെ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ വരയ്ക്കുക. ഫസ്റ്റത്തെ ഫ്ലവർ മാത്രമാണ് നമ്മൾ ഫുള്ളായിട്ട് വരയ്ക്കുന്നത്. അതിന് മുകളിലൊക്കെ ഉള്ള ഫ്ലവർ എത്ര എണ്ണമായാലും അത് ഒരു പകുതിയായിട്ട് വരച്ചാൽ മതി. ഫുള്ള് കംപ്ലീറ്റ് ഫ്ലവർ വരയ്ക്കണമെന്നില്ല കേട്ടോ. ഇത്രയും ഫ്ലവറുകളാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഇനി അതിന് ശേഷം ഏറ്റവും ആദ്യം വരച്ച ഫ്ലവറിന് ചുറ്റും 2 ലീവ്സ് വരയ്ക്കുകയാണ്. ലീവ്സിൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ വരച്ചിട്ട് അതിൽ ചെറിയ ലൈൻസ് വരച്ചു കൊടുക്കുന്നു. ലീവ്സിൻ്റെ ഉള്ളിൽ ലൈൻസ് വരച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് വി ആകൃതിയിൽ വരാൻ നോക്കുക. അതായത് ആ ലൈനിന് 2 വശവും വി ആകൃതി തോന്നിക്കാൻ പാകത്തിന് വരയ്ക്കുക കേട്ടോ. അങ്ങനെ 2 ലീഫും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യുക. കിഡ്സിനൊക്കെ പെട്ടെന്ന് വരച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇത്. ഇനി വീണ്ടും രണ്ടാമത് വരച്ച ഫ്ലവറിലും ഞാൻ 2 ലീവ്സ് വരച്ചു. അത് ഞാൻ ഇതുപോലെ ലൈൻ വരയ്ക്കുന്നതിന് പകരം സെൻറ്ററിൽ കൂടി ലൈൻ വരച്ചതിന് ശേഷം സെൻറ്ററിൽ മാത്രം ഒന്ന് ഷെയ്ഡ് ബോൾഡാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ വരയ്ക്കുന്നത് ഒരു പേഴ്സിലിയാണ്. പേഴ്സിലിന് നമുക്ക് മാംഗോ ഡിസൈനും പറയാം കേട്ടോ. അതിനുള്ളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ലൈൻസാണ് ഞാൻ ആദ്യം വരയ്ക്കുന്നത്. ഈ ലൈൻസ് വരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആ വരയ്ക്കുന്നത് ടച്ച് ചെയ്യാതെ വേണം വരയ്ക്കാനായിട്ട്. അതായത് മെഹന്തി കോണിൻ്റെ ടിപ്പ് അല്പം ഉയർത്തിപ്പിടിച്ചിട്ട് വേണം ലൈൻസ് വരയ്ക്കാനായിട്ട്. എന്നാലേ നമുക്ക് പെർഫെക്റ്റായിട്ട് ലൈൻസ് കിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ ഞാൻ വരച്ചത് ഹംസ് എന്നാണ് പറയാം കേട്ടോ. വീണ്ടും ലൈൻസ് വെച്ച് മാംഗോ ഡിസൈൻ ഫില്ല് ചെയ്തെടുത്തു. പിന്നീട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും മുകളിലുള്ള ഫ്ലവറിലും 2 ലീവ്സ് വരച്ചു. ഈ ലീവ്സ് എല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഞാൻ വരച്ചത് ഇത് തന്നെയാണെന്ന് വിചാരിച്ച് ഇതേ രീതി തന്നെ നിങ്ങൾ
ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്യൂട്ടബിളായിട്ട് അല്ലെങ്കിൽ ഭംഗി തോന്നുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഇവിടെ ഞാൻ ചെയ്തത് ശ്രദ്ധിച്ചില്ലേ, ഒരു ലീവ്സ് ലൈൻ വരച്ച് ഫില്ല് ചെയ്തു, ഒരെണ്ണം സെൻറ്റർ മാത്രം ഷെയ്ഡ് ചെയ്തും ഫില്ല് ചെയ്തു. അതിനുശേഷം ചെറിയ ചെറിയ എലമെൻറ്റ്സ് കൊടുത്തു ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണേ. എന്തായാലും നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ഈ ഡിസൈൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.